പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേദിയെ മാത്രമല്ല കേരളത്തെ ആകെ തന്നെയും വലിയ ചലനത്തിലാക്കിയ ഇന്നത്തെ സംഭവം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ മാത്രമല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ തലത്തിൽ ആകെ തന്നെയും ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശം മാറി എന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. കാരണം സന്ദീപ് വാര്യർ CPM-നകത്തേക്ക് പോകുന്ന പോലെയല്ല കോൺഗ്രസിനകത്തേക്ക് പോകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത് നിന്ന് BJP-യിലേക്ക് ആളുകളെ പരമാവധി സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നാണ് അവരുടെ വളരെ വോക്കലായിട്ടുള്ള അവരുടെ ആശയങ്ങൾ കേരളത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നേതാവ് കോൺഗ്രസിലേക്ക് മാറുന്നത്. എന്ന് മാത്രമല്ല CPM വലിയ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആളാണ് സന്ദീപ് വാര്യർ എന്നതും അങ്ങേയറ്റം ശ്രദ്ധാർഹമായിരുന്നു. അതുകൊണ്ട് പാലക്കാട്ട് മുക്കിലും മൂലയിലും ഇന്ന് ഇതാണ് ചർച്ച എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. അക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശകലനത്തിലേക്ക് പോകാം. എനിക്കൊപ്പം ആൽവിനും മറ്റ് പ്രസാദും ലിജോയും സരീഷും ശാന്തനും എല്ലാവരും ഉണ്ട്. ആൽവിനിലേക്കാണ് പ്രധാനമായിട്ടും പോകേണ്ടത്. ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസിനകത്ത് നടന്ന കാര്യങ്ങൾ സസൂക്ഷ്മം റിപ്പോർട്ട് ചെയ്ത ആൾ ആൽവിനാണ്. അവിടെ ഉണ്ടായിരുന്നു ആൽവിൻ, നമ്മൾ ഈ കേട്ട കാര്യങ്ങളല്ലാതെയുള്ള കാര്യങ്ങൾ എന്താ? ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യം, സുധാകരൻ്റെ മുഖത്ത് അത്രയ്ക്ക് വലിയ ഒരു ആവേശം ഉണ്ടായിരുന്നില്ല. ഷാഫിയും VD സതീശനുമായിരുന്നു വളരെ ഹാപ്പി ആയിട്ടും അവർ പ്ലാൻ ചെയ്ത കാര്യമാണ് നടക്കുന്നത് എന്ന തോന്നൽ മുഖത്ത് ആവാഹിച്ച് നിന്നിരുന്നത്. മുരളീധരൻ്റെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരല്പം ഒരു ബുദ്ധിമുട്ട് പിടിച്ച ശബ്ദം നമ്മൾ കേട്ടു. കോൺഗ്രസിനകത്ത് എന്താ നടന്നത് ശരിക്കും? ഈ ഓപ്പറേഷൻ ചെയ്തവർ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഓപ്പറേഷൻ്റെ കണ്ടു നിന്നവർ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു വിഷയം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് BJP പാളയത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിലൊരു പരിപാടിയായിരുന്നു നടത്തിയത്. BJP ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരു പക്ഷേ അത്തരമൊരു നീക്കം പെട്ടെന്ന് ഈ ഘട്ടത്തിലുണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. വളരെ കൃത്യമായി KC വേണുഗോപാലിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. അത് ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൃത്യമായി അത് ഈ 2 ദിവസത്തിൽ ചർച്ച ചെയ്ത് അത് തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇന്ന് രാവിലെ അത് ഫൈനലൈസ് ആവുന്നു. അത് KPCC പ്രസിഡന്റിനോട് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഇന്ന് രാവിലെയാണ് സന്ദീപ് എത്തുമെന്നുള്ള കാര്യം അദ്ദേഹത്തെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തി. ശരിക്കും BJP ഞെട്ടിയതിൻ്റെ അപ്പുറത്തേക്ക് CPM ആണ് ശരിക്കും ഞെട്ടിയെന്നാണ്. CPM പാളയത്തിലും അത് അങ്ങനെ ഉണ്ടായി. ഇത് വളരെ കൃത്യമായി UDF-നെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയും അത് ധരിപ്പിച്ചിരുന്നു. ഈ വിഷയം ഈ രാഷ്ട്രീയപരമായി വലിയ ഗുണമുണ്ടാകുമെന്നുള്ളത് ധരിപ്പിച്ച ശേഷമാണ് ഇത്തരം നീക്കത്തിലേക്ക്. ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഒരാളെയും അറിയിക്കാതെ ഓപ്പറേഷൻ നടത്താൻ പറ്റിയെന്നുള്ളതാണ്. അതായത് മാധ്യമങ്ങൾ വന്നപ്പോഴാണ് ആളുകൾ അറിയുന്നത് ഇങ്ങനൊരു നീക്കം നടക്കുന്നുണ്ടെന്ന്. സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്ന് അറിയുമ്പോൾ പോലും ഈ എപ്പോൾ ചാടി കോൺഗ്രസിലേക്ക് വരുന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ രഹസ്യമായിട്ട് ഓപ്പറേഷൻ നടത്താൻ പാകത്തിനുള്ള ശക്തി കോൺഗ്രസിന് മുൻകാലത്തില്ലാത്ത വിധം ഈ സമയത്തുണ്ടായി എന്നത് കുറച്ച് കൗതുകരമാണല്ലേ? കൗതുകരമാണ്. ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഇത്തവണ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കോൺഗ്രസിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് എല്ലാ 3 മണ്ഡലങ്ങളിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഈ പുതിയ ഒരു നേതൃമാറ്റത്തിൻ്റെ ഒരു ഗുണമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ലീക്ക് ചെയ്യാതെ പുറത്തു പോകാതെ ഇത് കൃത്യമായി അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് രാവിലെ ജനങ്ങളുടെ മധ്യ അല്ലെങ്കിൽ പ്രവർത്തകരുടെ മധ്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്ന ഇതിനകത്ത് ആൽവിന് ഒരു പ്രശ്നമുള്ളത്, അതായത് ഇപ്പോൾ CPM-ലേക്ക് വരുമ്പോൾ CPM-നെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ CPM സൈബർ അണികളൊക്കെ അവിടെ ഭയപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അതിതീവ്രമായിട്ടുള്ള നിലപാടെടുത്ത ആളാണ് സന്ദീപ് വാര്യർ. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു BJP നേതാവും സ്വീകരിക്കാത്ത വിധം ഇന്നിപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ പോകുന്നുണ്ട്. കാശ്മീരിലെ കുട്ടികളുടെ കഴുത്തിൽ ടയറിട്ട് കത്തിക്കണം എന്ന് ഫേസ്ബുക്കിൽ എഴുതിയ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും തെളിവായിട്ടുള്ള ഒരാളാണല്ലോ ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നാൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ മുസ്ലിം വോട്ടർമാരും ഒക്കെ അമ്പരപ്പിലാവില്ലേ എന്ന ഒരു ചോദ്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് അതിജീവിച്ചത്? UDF-ന് എന്തായാലും ഈ വരുന്ന മണിക്കൂറുകളിൽ അതിന് കൃത്യമായി മറുപടി കൊടുത്തേ പറ്റുള്ളൂ. അതിനെ ന്യായീകരിച്ചേ പറ്റുള്ളൂ. സന്ദീപ് വാര്യരുടെ വരവിനെ കൃത്യമായി ന്യായീകരിച്ചേ പറ്റുള്ളൂ. അതിന് അവർ പ്രാപ്തമായി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അത് വ്യക്തമാക്കും. അത് ഒരു പക്ഷേ സന്ദീപ് വാര്യരെ തന്നെ അതിന് കൂടുതലായി സംസാരിക്കും. ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കടമെടുത്താണ് അദ്ദേഹം പറഞ്ഞത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോകുന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്ക് കടമെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ കൊണ്ട് തന്നെ അത് ന്യായീകരിച്ച് അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ് അത് എനിക്ക് ജാള്യതയുണ്ട് ആ രാഷ്ട്രീയത്തിൽ പോയത്. ഇതിൽ പ്രസാദ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതിൽ മറ്റൊരു കൗതുകമുള്ള കാര്യം, നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഓടിയതാണ്. നമ്മൾ AK ബാലൻ MP രാജേഷൊക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്തതാണല്ലോ. ഇത് അവർ അറിഞ്ഞില്ല ഇങ്ങനൊരു സംഗതി, ഇങ്ങനെയൊരു നീക്കം നടക്കുന്നുള്ള അവർ അറിഞ്ഞില്ല. ഇതിനകത്ത് രസകരമായ വൈകുന്നേരം അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനുവേണ്ടി ചർച്ചകളൊക്കെ നടത്തിയ CPM നേതാവിൻ്റെ ഫോണിലേക്ക് രാവിലെ സോറി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് സന്ദീപ് വാര്യരുടെ മെസ്സേജ് വന്നു. അതായത് അവിടെ ആ ചർച്ച അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നീടാണ് ഇങ്ങനെ വരുന്നത്. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു. അക്ഷരത്തിൽ ഞെട്ടിപ്പോയി. കാരണം BJP ക്യാമ്പിൽ സന്ദീപ് വാര്യർ ഒന്നെങ്കിൽ കോൺഗ്രസിലേക്കോ CPM-ലേക്കോ പോകുന്നുള്ളത് ഏറെക്കുറെ അവർക്ക് അറിയാമായിരുന്നു. കാരണം BJP-യിൽ തുടരില്ല എന്നുള്ളത് അറിയാം. പിന്നെ എങ്ങോട്ടാണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവരെല്ലാം സത്യത്തിൽ ഞെട്ടിയത് CPM ആണ് ഞെട്ടിയത്. അപ്പം ഇത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പാലക്കാട് നടക്കുന്നത് എക്സ്ട്രാ ടൈമിലുള്ള കളിയാണ്. അതായത് 13-ാം തീയതി നടക്കേണ്ട വോട്ടെടുപ്പ്
20-ാം തീയതിയിലേക്ക് മാറ്റി. അപ്പോൾ എക്സ്ട്രാ ടൈമിൽ കളി നടക്കുമ്പോൾ ആ കളി തീരാനുള്ള ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു ഗോൾ അടിച്ചാൽ പിന്നെ മറ്റു കളിക്കാർക്ക് നോക്കി നിൽക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ എം ടി രമേശിന് ഇന്റർവ്യൂ എടുക്കുമ്പോഴാണ് എം ടി രമേശും ആദ്യമായിട്ട് അറിയുന്നത്, നമ്മൾ പറയുമ്പോഴാണ് അറിയുന്നത്. അതായത് ഈ പറയുന്ന സന്ദീപ് വാര്യർ പോവുകയാണ് എന്ന കാര്യം അവരുടെ മുന്നിലുണ്ട്, നമ്മളത് ചോദ്യമായിട്ട് ചോദിച്ചു. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കാണ് പോകുന്നത് നമ്മൾ പറഞ്ഞിട്ട് എം ടി രമേശ് അറിയുന്നത്. എന്ന് വെച്ചാൽ അങ്ങേയറ്റം രഹസ്യമായിട്ട് ലിജോ, അതിനകത്ത് എനിക്ക് തോന്നുന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പറയുന്ന സമയത്താണ് നമ്മൾ ഒരു രസകരമായ കാര്യം കൂടി പ്രേക്ഷകരോട് പറയാനെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാർത്ത ഒരു സൂചന വന്ന സമയത്ത് നമ്മൾ സന്ദീപ് വാര്യരെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ സന്ദീപ് വാര്യരെ വിളിക്കുന്നു, അല്ല നിങ്ങൾ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് കരക്കമ്പി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നെ കോൺഗ്രസിലും ചേർത്തോ എന്ന് പറഞ്ഞിട്ടാണ് സന്ദീപ്. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് സന്ദീപ് വാര്യർ അപ്പോഴും കോൺഗ്രസിലേക്ക് ചേരാൻ തീരുമാനിച്ചിട്ട് 1 മണിക്കൂറിന്റെ വ്യത്യാസമേ ഉള്ളൂ അദ്ദേഹം ഈ സ്ഥലത്തെത്തി വാർത്താ സമ്മേളനം നടത്താൻ. അപ്പോൾ വിളിച്ചു ചോദിക്കുമ്പോഴും പറയുന്നത് നിങ്ങൾ എന്നെ കോൺഗ്രസിലും ചേർത്തോ. എന്തായാലും യുഡിഎഫിനെ അതെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു സഭാകമ്പം ഉണ്ടാവും. അതായത് ഈ ഒരുപാട് സമ്മർദ്ദത്തിനടിയിൽ നിൽക്കുമ്പോഴേ എന്താ പറയേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായി സംഭവിച്ചാൽ അതായിരിക്കും തീരുമാനമായിരിക്കാം. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ കൊടുത്തു, നമ്മൾ ആ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല ഇത് ഈ CPM പക്ഷേ അമ്പരപ്പ് മാറി. അവർ തുടക്കത്തിൽ അവരുടെ ആശയക്കുഴപ്പമുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജാള്യത ഉണ്ടായിരുന്നു. അവർ ചർച്ച നടത്തിയെന്നുള്ളതുകൊണ്ടാണ് ആ ജാള്യത, അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇപ്പം നേരത്തെ സ്നേഹിച്ച് പറഞ്ഞ പോലെ ഈ എങ്ങനെയാണ് ഇത് സന്ദീപ് വാര്യർ ഇത്രയും തീവ്ര നിലപാടെടുത്ത് സന്ദീപ് വാര്യർ എങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ളത് വരും ദിവസങ്ങളാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പം നാളെ സന്ദീപ് വാര്യർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതെ, അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് അല്ല ലിജോ നമുക്ക് ഇതൊരു നാഷണൽ ലെവലിലെ വാർത്തയാണ്. അതാണ് തീർച്ചയായും നാഷണൽ ലെവലിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കൊലക്കാലത്ത് ഡൽഹിയിൽ അധിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും വരും ഒരു പ്രൊമിനന്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് BJPയുടെ ഓഫീസിൽ നിന്ന് എപ്പോഴും വരിക. കോൺഗ്രസിന് അടുത്തയാൾ ആരായിരിക്കും എന്നുള്ള ഒരു അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നൊരു അങ്ങനെയായിരുന്നു കോൺഗ്രസ് കുറേ കാലം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് സനീഷ് ചേട്ടനും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു ഇത്രയും വോക്കലായിട്ടുള്ള, അതായത് അത്രയും ഹാർഡായിട്ടുള്ള ഹിന്ദുത്വ പൊളിറ്റിക്സ് പറയാൻ കഴിയുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ പിന്നെ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുമെന്നുള്ള ഫാക്ടറി, ആ ഫാക്ടറിയിൽ നിന്നത് വലിയ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത് ദേശീയ തലത്തിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളത് അവിടെ നാഷണൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷനോ എന്ന് അത്ഭുതം തരുന്ന തരത്തിലാണ് അവരും സംസാരിക്കുന്നത്. അവരൊന്നും ഒരിക്കലും പാലക്കാട് ഇലക്ഷനെ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള അവർക്ക് അസൈൻമെന്റ് പോലും ഉണ്ടായിരുന്ന ആളുകളല്ല. പക്ഷേ ഇങ്ങനൊരു ഇത് വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് പോലും ഇനി ഇത് നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ നാഷണൽ ലെവലിൽ തന്നെ വാർത്ത നോക്കേണ്ട തരത്തിലേക്ക് പാലക്കാട് ഇലക്ഷൻ ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്പം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ ഷാഫി പറമ്പലിനെയും ടീമിനെയും VD സതീശൻ അടക്കമുള്ള ആളുകളെയും അഭിനന്ദിക്കേണ്ട ഒരു സമയമാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് വെൽ പ്ലാൻഡ് ആണ്. ഒന്ന്, കോൺഗ്രസ് ഒന്നും സമീപകാലത്ത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയായിട്ട് നമ്മളൊന്നും ശ്രദ്ധയില്ല. അതായത് ഒരാളും അറിയാതെ മാധ്യമങ്ങൾ ഇത് സംഭവം വന്നതിന് ശേഷം മാത്രം സംസാരിക്കുക. പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസാദ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറയേണ്ടുന്ന കാര്യം, ഒന്ന് ഈ ഇദ്ദേഹത്തിൻ്റെതായിട്ട് പ്രചരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. കേരളത്തിൽ BJP നേതാക്കൾ പോലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത്രക്ക് വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താറ്. അതിനകത്തുള്ള ഹിംസയൊന്ന് ആലോചിച്ച് നോക്കും. അതായത് കശ്മീരിലെ കുട്ടികളുടെ കഴുത്തിൽ ടയറിട്ട് കത്തിക്കണം എന്നാണ് ആ പോസ്റ്റ്. ഞാൻ അതുണ്ട്, അതിപ്പോൾ സന്ദീപ് നിഷേധിക്കുന്നൊരു കാര്യമല്ല, അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ പോസ്റ്റിന് കൂടെയുള്ള ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോയ്ക്കകത്ത് സന്ദീപ് വാര്യർക്കൊപ്പം ഒരു കുഞ്ഞുകൂടെയുണ്ട്. അപ്പോൾ ഇത് വളരെ ഹിംസാത്മകമായിട്ടുള്ള, കേരളം കണ്ടിട്ടില്ലാത്ത പരസ്യമായിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഡെഫ്യൂസ് ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തത്. അങ്ങനെയുള്ള ഒരാളെ ഡെഫ്യൂസ് ചെയ്യുകയാണ് CPM ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ആ അർത്ഥത്തിൽ പൊളിറ്റിക്കലി നമ്മൾ നോക്കാം. പക്ഷേ CPMലേക്ക് പോയാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ കോൺഗ്രസ് ഈ പറയുന്ന ഈ കാര്യം ചെയ്തതിൽ നമ്മൾ അഭിനന്ദിക്കുന്നത് ഇതിൻ്റെ രഹസ്യാത്മകതയും മറ്റും നന്നായിട്ട് വെൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇതിന് പൊളിറ്റിക്കലി നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതായത് കേരളത്തിലെ BJP നേതാക്കൾ പോലും ഇത്രയ്ക്ക് ഹിംസാത്മകമായിട്ട് സംസാരിക്കാറില്ലായിരുന്നു. ആ ഹിംസാത്മകമായി സംസാരിക്കുന്ന ഒരാളെ ഡെഫ്യൂസ് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. പ്രസാദ് ഓർമ്മ അതിനകത്തൊരു കാര്യം പറഞ്ഞാൽ, ഈ കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നത്. കേന്ദ്രത്തിൽ അതിശക്തമായ ഭരണത്തിൽ നിൽക്കുന്ന ഒരാളെയാണ്. അപ്പം അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇങ്ങനെ ഒരു നീക്കം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ദേശീയ തലത്തിൽ തന്നെയുള്ള കാര്യം അതാണ്. സരീഷിലേക്ക് ഒന്ന് സരീഷ്, അത് BJP-കകത്ത് എങ്ങനെയായിരിക്കും ഇത് ചർച്ച ചെയ്യപ്പെടുക? അത് BJP നേരത്തെ പോകുന്ന ഉള്ളിൽ പുറത്താണ്, പിന്നെ അവർക്ക് സന്തോഷം ഉണ്ടാവുന്നു. ഇപ്പോൾ സുരേന്ദ്രനൊക്കെ വാർത്താ സമ്മേളനം കാണുമ്പോൾ നമുക്കറിയാം സുരേന്ദ്രനൊക്കെ വളരെ ഹാപ്പിയാണ്, പോയല്ലോ അതല്ലേ അവിടുത്തെ മൂഡ്. ആദ്യമേ പ്രതീക്ഷിച്ചതാണ്. അത് എങ്ങോട്ട്, വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നുള്ളത് മാത്രമായിരുന്നു അവസാന ചർച്ചയുണ്ടായിരുന്നത്. വാർത്താ സമ്മേളനം കഴിഞ്ഞ്, അതായത് സന്ദീപ് വാര്യരുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഉടൻ തന്നെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു. കൃത്യമായി ആദ്യഘട്ടത്തിൽ പരിഹസിച്ചുകൊണ്ടൊരു മറുപടി പറയുന്നു. പിന്നീട് നേരത്തെ ഒരു നിശ്ചയിച്ച രീതിയിൽ നേരെ പ്രവർത്തകരിലേക്ക് പോകുന്നു. അതായത് ഈ ആളുകൾ നേരത്തെ BJP ഓഫീസിൽ നിന്ന് വാർത്താ സമ്മേളനം നടക്കുമ്പോൾ പരിഹസം മാത്രം, നേരെ പോകുന്നത് തൊഴിലാളികൾക്കിടയിലാണ്, BMS RSS പ്രവർത്തകർക്കിടയിലാണ്. അതിനുശേഷമാണ് പിന്നീട് യഥാർത്ഥത്തിൽ എന്താണ് സന്ദീപിനുള്ള മറുപടി എന്ന് സുരേന്ദ്രൻ പറയുന്നത്. അതായത്
ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ കൂടെയുള്ളത് ബലിദാനികളായ RSS പ്രവർത്തകരാണ്, അല്ലാതെ കാറ്റിൽ പറക്കുന്ന അപ്പൂപ്പൻ ഡാഡികളല്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടിത്തറ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത് കൃത്യമായി ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ഇത്തരത്തിലുള്ള ആളുകൾ പോയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നൊരു ചിത്രം കൂടി കൊടുക്കാനുള്ള ഒരു ശ്രമം സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതോടൊപ്പം ചില വിട്ടുപോകൽ ഉണ്ട്. അതായത് സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തത് എന്ന് ഞാൻ പറയുന്നില്ല. അതാണ് ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫേസ്ബുക്ക് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് പുറത്തു പറയാൻ പോലും പറ്റില്ല. അതായത് അദ്ദേഹത്തിന് അതായത് ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ BJP പ്രവർത്തകർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ലീഗ് ഈ കാര്യങ്ങൾ പാണക്കാട് തങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചു. പിന്നെ ലീഗിനെ നേരത്തെ അറിയിച്ചിരുന്നു കോൺഗ്രസ്. അപ്പോൾ മുസ്ലിം വോട്ടർമാരിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾ വരുമ്പോൾ തീർച്ചയായും ലീഗ് അത് സ്വീകരിക്കാൻ തന്നെ വേണ്ടി വരും. പക്ഷേ ഈ സന്ദീപ് വാര്യർ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് BJPക്ക് നിൽക്കുമ്പോൾ നമ്മൾ PM സലാമിനോട് ചോദിക്കുമ്പോഴും കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുമ്പോഴും ഒക്കെ അവർ ശക്തമായി തള്ളിക്കളഞ്ഞിരുന്നതാണ്. അങ്ങനെ ഒരാൾ UDFിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MM ഹസൻ അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ അകറ്റി നിർത്താൻ തന്നെ നേരത്തെ അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ ഇതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് ഒരു സാധനം ആയതുകൊണ്ട് ആയിരിക്കണം അങ്ങനെ അവർ തീരുമാനമെടുക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് സന്ദീപ് വാര്യർ ആ വാർത്താ സമ്മേളനത്തിൽ ഈ മെമ്പർഷിപ്പ് വാങ്ങിച്ചില്ലെങ്കിൽ ആ സ്വീകരണത്തിന് ഇടയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം K. സുരേന്ദ്രനാണ് എന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കേണ്ട. മറ്റൊന്ന്, കോൺഗ്രസിന്റെ ആശയം കൊണ്ട് മാത്രമാണോ അങ്ങോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് സംശയകരമാണ്. അതാണ് അത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയമാറ്റം എന്നുള്ളത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞോടുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതായത് ഞാൻ എനിക്ക് വെറുപ്പിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്തതിൽ എനിക്ക് ജാള്യതയുണ്ടെന്ന് അതെല്ലാം റദ്ദ്. എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി ഇപ്പോൾ സന്ദീപ് വാര്യരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസും CPM ഒക്കെ ചർച്ച നടത്തി. ഒരുപക്ഷെ CPM ഡിലേ വന്നത്, അതായത് നിലപാട് തുറന്നു പറയട്ടെ, തെരഞ്ഞെടുപ്പിന് ശേഷം വരട്ടെ എന്ന് കൃത്യമായി കാത്തു നിന്നപ്പം സന്ദീപ് വാര്യർ വിചാരിച്ചിട്ടുണ്ടാവും തെരഞ്ഞെടുപ്പിന് മുമ്പ്, കാരണം BJP എന്തായാലും പോകാൻ തീരുമാനിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിലേക്ക് പോകാം. നേരത്തെ ആൽവിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ വരണമില്ല, സംസ്ഥാനത്ത് വരണമില്ല. അപ്പം പ്രത്യേകിച്ച് പദവികളോ ഒന്നും പ്രതീക്ഷിച്ച് ഇപ്പം നിലവിൽ കോൺഗ്രസിലേക്ക് പോകാൻ കഴിയില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇതിനകത്ത് CPM-നകത്തേക്ക് പോയാൽ ഈ കാണുന്ന ബഹളമല്ല ഉണ്ടാവുക. CPM-നകത്തേക്ക് പോയി കഴിഞ്ഞാൽ സന്ദീപ് വാര്യർക്കും ദോഷമാണ്, CPM-നും ദോഷമാണ്. അത് CPM-ന് അറിയാമായിരുന്നു. അവരത് ആ നിലയ്ക്ക് പിടിച്ചു വെച്ചാൽ. ഇതിപ്പോൾ എന്താ വെച്ചാൽ, ഈ ഷോയിൽ കോൺഗ്രസ് വിജയിച്ചു എന്നുള്ള വസ്തുതയാണ്. ഷോയിൽ വിജയിച്ചു. പൊതു രാഷ്ട്രീയത്തിന് സന്ദീപ് വാര്യർ കോൺഗ്രസിനൊപ്പം ചേരുന്നത് ഗുണകരവുമാണ്. അദ്ദേഹം ആ നിലക്കുള്ള വിദ്വേഷത്തിൽ നിന്ന് മാറും അല്ലേ? അത് തന്നെ. ഞാൻ വേറൊരു കാര്യം കൂടി ഇതിൽ തോന്നിയത്, ആദ്യഘട്ടത്തിൽ സരിൻ വന്നത് മുതൽ കോൺഗ്രസിന്റെ ഉള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് 6-7 ദിവസം അത് മാത്രമായിരുന്നെങ്കിൽ, ഇന്നലെ ഹർഷനുമായിട്ടുള്ള അഭിമുഖത്തിൽ VD സതീശൻ പറഞ്ഞു, ഇനി ഞങ്ങളാണ് അജണ്ട നിശ്ചയിക്കുന്നത്. അതൊന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അജണ്ട പക്ഷേ ഇത്ര ഹാർഡ് ഹിറ്റ് ചെയ്യുന്നതാണെന്ന് നിലയിൽ പോലും ഇതിനകത്ത് വോട്ടിൽ എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടാകുന്നതിനേക്കാൾ ഈ ഷോ പാലക്കാട്ടെ കരുത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അതാണ്. ഇന്നലെ ജില്ലയിൽ വന്നൊരു പ്രധാനപ്പെട്ട പരിപാടി, മുഖ്യമന്ത്രിയുടെ പരിപാടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അത് മുഴുവൻ നിഷ്പ്രഭമായി പോകുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ ഈ ലോഞ്ച്. വേറെ ഒന്നും കയറിയില്ല. ഇന്ന് വൈകുന്നേരം വരെ. അതാണ് കോൺഗ്രസ് ഈ ടെമ്പോ ഈ 2 ദിവസം കൂടെ നിർത്തും. അവർക്ക് ഇനി ഇതിനകത്തേക്ക് ഇനി മറിച്ചൊരു കാർഡ് പ്ലേ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പറയാതിരുന്നൊരു കാര്യം, AK ബാലന്റെ വർത്തമാനാണ്. AK ബാലൻ സത്യം പറഞ്ഞാൽ അന്ന് തന്നെയും നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയമായ മണ്ടത്തരമല്ലേ എന്ന് പലരും CPM-നകത്തുള്ള ആളുകളും CPM-നെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിരുന്നു. അവിടെ അദ്ദേഹം പിടിവിട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ CPM-നകത്ത് സന്ദീപിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സന്ദീപ് വാര്യരെ കൊണ്ടുവരിക എന്ന ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവർ CPM ആലോചിച്ചിരുന്നതും ഇങ്ങനെ നിർത്തുക, ഈ ഒരു ടെമ്പോ ഇങ്ങനെ കൊണ്ടുപോവുക എന്ന് തന്നെ അവർ വിചാരിച്ചത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, MP രാജേഷും മറ്റും കാണിച്ച ജാഗ്രതാപരമായിട്ടുള്ള ഒരു കമൻറ്റ് അല്ല AK ബാലന്റെ ഭാഗത്തുണ്ട്. AK ബാലൻ ചെയ്തത് ഈ പറയുന്ന വളരെ ശക്തമായിട്ടുള്ള തരത്തിൽ ഇങ്ങോട്ട് ക്ലിയർ ആണ്. സന്ദീപ് വാര്യർ അത് ആ വാക്കുകളാണ് ഇന്ന് സതീഷിന് ഉപയോഗിച്ചത്. പിന്നെ മികച്ച മനുഷ്യനാണ്, നല്ല നേതാവാണ്, കള്ളപ്പണത്തോട് ആഭിമുഖ്യമില്ലാത്ത ആളാണ്. ഇതിപ്പോൾ നാളെ എങ്ങനെയായിരിക്കും CPM വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് യഥാർത്ഥത്തിൽ. പക്ഷേ ഇത്തരം ഇതിലധികം കമന്റ് ചെയ്യാതെ പോകാനാണ്. അതെ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതവിടെ മുഖ്യമന്ത്രി ഒരക്ഷരത്തെ കുറിച്ച് പറയണ്ടായില്ല.
മുഖ്യമന്ത്രി ഇന്ന് 3 ചടങ്ങുകൾ രാവിലെ 11 മണിക്ക് അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ ഇത് അറിയാൻ വഴിയില്ല. പക്ഷെ അതിന് ശേഷമുണ്ടായ 2 പരിപാടികളിലും ഇതേക്കുറിച്ചിട്ട് അത് മനഃപൂർവ്വം പറയേണ്ട എന്ന് കരുതി തന്നെയായിരിക്കും. അല്ല, മുഖ്യമന്ത്രിയുടെ സ്ട്രാറ്റജി ഇന്ന് കറക്റ്റ് ആയിരിക്കും. കാരണം ഇതൊരു വലിയ വിഷയമായിട്ട് അദ്ദേഹം കൂടെ അവതരിപ്പിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ CPM-ന്റെ ഇന്നും നമ്മളോട് MP ഗോവിന്ദമാർ സംസാരിച്ചപ്പോഴും കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞെങ്കിലും വലിയൊരു സംഭവമാണ് ഈ നടന്നതെന്ന് വരാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചു അല്ലേ? ഇത് പ്രസാദ്, ഇത് ഗ്രൗണ്ടിൽ വോട്ടേഴ്സിനിടയിൽ എങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ സന്ദീപ് വാര്യർ പാലക്കാട് തന്നെയുള്ളൊരു BJP നേതാവാണ്. ഏതെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതിരിക്കില്ല. അല്ല, അവർ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് BJPക്ക് അകത്തുള്ള ഭിന്നതയുണ്ട്. അപ്പം അത് സന്ദീപ് വാര്യർ വരുന്നതോടുകൂടി കുറച്ച് വോട്ട്, ഇപ്പോൾ കൃഷ്ണകുമാർ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണകുമാറിനോടുള്ള എതിർപ്പ് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അതിപ്പോഴും ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യർ വരുമ്പം അത് ഒരു പ്ലസ്സായി നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു ആശങ്ക പങ്കുവെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ മാറിപ്പോകുമോ എന്നുള്ളതാണ്. പക്ഷേ അതിനെ പേടി കൂടാതെ തന്നെ അതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് UDF. ഇപ്പോൾ നാളെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോയി കാണാൻ പോകുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ലിജോ പറഞ്ഞ പോലെ നജീബ് കാന്തപുരം വന്നു, അതിൽ ലീഗിൻ്റെ എല്ലാ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അപ്പം ഒരു തരത്തിലും അങ്ങനെ പോകാതിരിക്കാനുള്ള ജാഗ്രത UDF-ന്റെ ഭാഗത്ത് കാണുന്നത്. അവർക്ക് ഒരു ദേശീയ തലത്തിലാണ് ആ ശ്രദ്ധ വരുന്നത്. ഇപ്പം BJP നിന്ന് ഒരാൾ വരുന്നു, അതിനുശേഷം കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കുറേ കാലം കോൺഗ്രസിൽ നിന്ന് BJP-ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് ദേശീയ തലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അവർക്ക് തന്നെ പ്രത്യേകിച്ച് നേരത്തെ ആൽവിൻ പറഞ്ഞ പോലെ അധികാരങ്ങളൊന്നുമില്ല, കേന്ദ്രത്തിലാണെങ്കിലും ഇല്ല, സംസ്ഥാനത്തിലാണെങ്കിലും അധികമില്ല. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഒരാൾ വരികയാണ്. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പോസിറ്റീവായിട്ട് നിൽക്കാം. ആൽവിൻ, അതിനകത്തെ ഈ മുരളീധരൻ ഒരു പ്രകടമായ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വലുതാകാൻ സാധ്യതയുണ്ടോ ഏതെങ്കിലും നേതാക്കൾ? ഇന്നിപ്പോൾ അവിടെ നമ്മൾ ചെന്ന് വാർത്താ സമ്മേളനത്തിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെ ഉണ്ട്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇങ്ങനെ ഒരു വലിയ ഷോയുടെ പങ്കാളികളാകാൻ കഴിഞ്ഞുള്ള സന്തോഷം എല്ലാവരുടെ മുഖത്ത്. അതെ. നാളെ പക്ഷേ കോൺഗ്രസ് ആണല്ലോ, നാളെ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് കെ മുരളീധരൻ അത്തരത്തിലൊരു പരിപാടിയിലേക്ക് അല്ലെങ്കിൽ അത്തരം നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിർത്തി ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹം ഇവിടെ പാലക്കാട് വന്നപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു സന്ദീപ് വാര്യർ വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യമില്ലാത്ത ഒരാളാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇവിടെ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പം ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ പാർട്ടിയെ ഒരു മുൾമുനയിൽ നിർത്തുന്ന അത് ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം ചർച്ചകളൊക്കെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വിമർശിക്കാൻ പറ്റില്ല. അതാണ്. BJP-ക്കകത്ത് ഗ്രൗണ്ടിൽ പ്രശ്നം ഉണ്ടാകുമോ? സന്ദീപ് അത്ര വലിയൊരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ആളല്ല. ഇവിടെ ഗ്രൗണ്ടിൽ നിലവിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന് പറഞ്ഞത് മേലാമുറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മൂത്താൻ സമുദായവുമായി ബന്ധപ്പെട്ടുമാണ് തനിക്ക് ഹോൾഡ് ഉള്ളത് എന്ന രീതിയിലാണ് സന്ദീപ് വാര്യർ പറയുന്നത്. പക്ഷേ മൂത്താൻ സമുദായം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതൊരിക്കലും ആ വോട്ട് RSS-ന്റെ ഉറച്ച വോട്ടാണ്, അത് മാറാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ വ്യാപാരികളെയോ അല്ലെങ്കിൽ BMS പ്രവർത്തകരെയോ അടർത്തി മാറ്റുക എന്നുള്ളതും ആ മേഖല കേന്ദ്രീകരിച്ചും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷേ ഇപ്പോഴും നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഗ്രൗണ്ടിൽ കൃഷ്ണകുമാറിനെതിരെ ഉണ്ട്. അത് കൗൺസിലർമാരുടെ ഇടയിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് ചില പ്രവർത്തകർക്കിടയിലാവട്ടെ അത് ഉണ്ട്. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ പാൾ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ ഒരേ ഒരാൾ തന്നെ മത്സരിക്കുക എന്ന് പറയുന്നൊരു സാധനം ഇപ്പോഴും പ്രവർത്തകർക്കിടയിലുണ്ട്. പ്രാദേശിക നേതാക്കൾക്കിടയിലുണ്ട്. ആദ്യം കൃഷ്ണകുമാറിനെതിരെയാണ് അഭിപ്രായ ഭിന്നതകൾ അദ്ദേഹം ആദ്യം തുറന്നു പറയുന്നത്. സീറ്റ് നൽകാത്തതും അമ്മ മരിച്ചപ്പോൾ പോകാത്തതൊക്കെ കൃഷ്ണകുമാറിനെതിരെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തൻ്റെ വരവ് കൃഷ്ണകുമാറിന് തിരിച്ചടിയാവണം എന്ന കൃത്യമായൊരു പാറ്റേൺ അദ്ദേഹത്തിന് ഉണ്ടാവും. അതിനുള്ളൊരു പ്രവർത്തനം പ്രസാദ്, അതായത് ഈ സന്ദീപ് BJP-യിൽ നിന്ന് വരുമ്പോൾ ഇവിടെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും, അതിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും സന്ദീപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ടതല്ലാത്ത ചില കാര്യങ്ങൾ കൂടെ സന്ദീപ് ഉറപ്പായിട്ടും കൃഷ്ണകുമാറിനെതിരെ പറയും. ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ അതൊരു 2-3 ദിവസത്തിനുള്ളിൽ അത് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ അതിൽ സന്ദീപ് വാര്യർ വരുന്നതിന്റെ ഒരു ഗുണം UDF-ന് കിട്ടില്ലല്ലോ. രണ്ടാമത് കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ മരിച്ചപ്പോൾ വീട്ടിൽ വന്നില്ല എന്നുള്ള പോലുള്ള സാത്വികമായിട്ടുള്ള എതിർപ്പുകളായിരിക്കില്ല, കൂടുതൽ ആരോപണങ്ങൾ BJP-ക്കെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. BJP-ക്കെതിരെ മാത്രമല്ല, അതിനൊരു തുടക്കം തന്നെ സന്ദീപ് വാര്യർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. കരുവന്നൂരും കൊടകരയും എങ്ങനെയാണ് ഒത്തുതീർപ്പിലേക്ക് പോയത് എന്നത് സംബന്ധിച്ചുള്ള, അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, കൃഷ്ണകുമാറിന് കഴിഞ്ഞ തവണ പാർലമെന്റിൽ കിട്ടിയ വോട്ടിനേക്കാൾ കുറഞ്ഞ വോട്ടിലേക്ക് വരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി സന്ദീപ് വാര്യർ സംബന്ധിച്ചോളം BJP-യെ എന്നതിന്റെ അപ്പുറത്തേക്ക് കൃഷ്ണകുമാറിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ്. കൃഷ്ണകുമാറിന് തിരിച്ചടി കൊടുക്കണമെങ്കിൽ കൃഷ്ണകുമാറിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടിലേക്ക് വന്നാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഇത് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി നമ്മുടെ പാലക്കാട് അല്ലേ? നമ്മൾ വയനാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. സത്യത്തിൽ വയനാടിനേക്കാൾ ദേശീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ ഇതിലൊരു കൗതുകകരമായ കാര്യം എന്ന് പറഞ്ഞത് ആദ്യം മുതൽ ട്വിസ്റ്റുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അവസാനം വരുമ്പോഴും ഈ ട്വിസ്റ്റ് ഉണ്ട്. ഇനിയും
ഞാൻ ഇന്നലെ വന്ന സമയത്ത് തന്നെ പ്രസാദിനോട് ഇടയ്ക്കിടയ്ക്ക് വെച്ചത് ഇനി എന്തായിരിക്കും അടുത്ത ബോംബ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റായിട്ട് കോൺഗ്രസും സി പി എം നേരത്തെ എടുത്തു വെച്ച ഒരു അഡ്വാൻറ്റേജിന് കൊണ്ട് തന്നെ കോൺഗ്രസിന് അതിനൊരു ഫൈറ്റായി കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റ് ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഒരു ഗംഭീരമായിട്ടുള്ളൊരു സാധനം ഇന്ന് ചെയ്യാൻ പറ്റി. ഇനിയുണ്ട് 2 ദിവസം. ഒരു തുടർച്ചലനം സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് മുമ്പോ അതിന് ശേഷമോ എന്നുള്ളതാണ്. അതെ അതെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമേ പറ്റൂ. അതിനേക്കാൾ വലിയതെന്നാണ് കോൺഗ്രസിന് കൊണ്ടുവരാൻ പറ്റും. എന്ന് പറയുന്നത് ബി.ജെ.പിയിൽ നിന്ന് കുറച്ച് കൂടി ആളുകളെ യു.ഡി.എഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ കൗൺസിലർമാർ ഉൾപ്പെടെ ഇതിനകത്ത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ ആദ്യം മുതൽ ആളെ പിടിക്കൽ പരിപാടി നടത്തിയത് സക്സസ് ആയി നടത്തിയത് സി പി എം ആണ്. കോൺഗ്രസിന്റെ താരതമ്യം തിരക്കടില്ലാത്ത ആളുകളൊക്കെ പിടിച്ചു. പക്ഷേ ഇതോടുകൂടി അത് താഴെ പോയി, താഴെ പോയി. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സമയം എനിക്ക് തോന്നുന്നു അവസാനിക്കുകയാണ്. 8:40 സമയം. അതായത് ഇതേക്കാൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, പക്ഷേ അതേക്കാൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ പതിവ് പോലെ നമ്മളൊരു 6-7 മണിക്ക് ഫീൽഡിലേക്ക് എല്ലാവരും കൂടി ഇറങ്ങുമ്പോൾ കണ്ട രാഷ്ട്രീയമല്ല പിന്നീട് അങ്ങോട്ടുണ്ടായത്. അതായത് ഈ സന്ദീപ് വാര്യർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഇത് ഇത്രയൊക്കെ ഡ്രമാറ്റിക്കായിട്ട് ഇത്ര വലിയ ഷോ ആയിട്ട് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചല്ല. കോൺഗ്രസിലേക്ക് വരുമെന്ന് എല്ലാ സാധ്യതകളും ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇത്രയ്ക്ക് വലിയ ഷോ ആയിട്ട് ഡ്രമാറ്റിക്കായിട്ട് സംഗതി നടക്കുമെന്ന് വിചാരിച്ചല്ല. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വരവാണ് ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായിരിക്കും. അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളായിരിക്കും. പ്രത്യേകിച്ച് ഇന്നലെ വയനാട് കേന്ദ്ര സഹായം നിഷേധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായ പാലക്കാട്ട് വന്ന് അദ്ദേഹം അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ എല്ലാത്തിനെയും താഴേക്കിടാൻ ഷാഫിക്കും ടീമിനും വി.ഡി. സതീശനും ടീമിനും സാധിച്ചു എന്ന കാര്യം പറഞ്ഞാലേ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ വിശകലനം പൂർത്തിയാവുകയുള്ളൂ. ഇന്ന് വിജയിച്ച് നിൽക്കുന്നത് നിശ്ചയമായിട്ടും ആൽവിൻ യു.ഡി.എഫിൻ്റെ ടീമാണ്. പക്ഷേ നാളെ എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയം അത്രമാത്രം വലിയ ചിരിച്ചു നിൽക്കുന്ന സതീശനാണ്. രാഷ്ട്രീയം അത്രമാത്രം വലിയ ഡ്രമാറ്റിക്കായുള്ളൊരു സംഗതി ആയതുകൊണ്ട്, ഏർപ്പാടായതുകൊണ്ട് എന്താണ് നാളെ സംഭവിക്കുക, ഇതിൻ്റെ തുടർ വിജയങ്ങൾ യു.ഡി.എഫിന് ഉണ്ടാവുകയാണ് ചെയ്യുക. മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും നമുക്ക് കരുതാൻ പറ്റില്ല. നാളെ എന്തും സംഭവിക്കാം. ഞങ്ങൾക്കൊപ്പം തന്നെ തുടരുക. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. പൂർണ്ണമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വിശകലനങ്ങളും അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള റിപ്പോർട്ടിങ്ങും ആയിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. നമസ്കാരം.